ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എവള് യക്ഷിയാ യക്ഷി, കള്ളിയങ്ങോട്ട് നീലി. എന്റെ ചോര കുടിക്കോ ദൈവമേ? ആയ കാലത്ത് വല്ല പ്രണയമോർത്താണോ നിരാശ? ഒന്ന് പോച്ചാ. മനസ്സ് ഒരുമാതിരി വവ്വാല് കടിച്ച പേരയ്ക്ക പോലെയായി. ചാകണമെന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എനിക്ക്. അതിപ്പോ ജയന്റെ അമ്മ ആലോചിക്കുന്നത് എന്തുകൊണ്ടും നല്ല കാര്യ. വിഷം മേടിച്ച് തിന്നാനാണെങ്കിലും ഒരു 100 രൂപ കാശ് കയ്യിൽ വേണ്ടേ? ഉള്ളതെല്ലാം പുട്ടടിച്ചു. ഭരിക്കാൻ 100,000 വഴികൾ വേറെയുണ്ട്. ഞാൻ അതൊക്കെ ആലോചിച്ചതാ. പക്ഷേ പലതരം പ്രശ്നങ്ങളാ. അറബിക്കടലിൽ ചാടി ചാവാന്ന് വിചാരിച്ച്. യോ എന്റെ ദൈവമേ, ശ്വാസം മുട്ടത്തില്ലേ? അല്ല, എന്നാ പിന്നെ ആരോടെങ്കിലും കടം വാങ്ങി വല്ല നഞ്ചോ നാരങ്ങയോ വാങ്ങിച്ച് തിന്നാന്ന് കരുതി. അപ്പോഴും ഒരു പ്രശ്നം. എന്ത് പ്രശ്നം? എനിക്ക് ഇതൊക്കെ തിന്നാല് മനം പെരട്ടും. ബലത്തിൽ മരിക്കാനൊരു ഉദ്ദേശമില്ല. അയ്യടാ, അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. നല്ല 1-ാം തരം ഒരു ജന്മം ദൈവം എനിക്ക് തന്നു. ആ ദൈവത്തെ നാണം കെടുത്തുന്ന പരിപാടി ഒന്നും ഈ കൊച്ചമ്മണി ചെയ്യത്തില്ല. അല്ല, നിന്റെ കെട്ടിയനെന്തേടി? ഞാൻ എന്റെ കഷ്ടകാലത്തിന് പറ്റ അസുരവിത്ത്. ജോലിക്ക് പോയെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? ഓ, അവനെയും വർമ്മസാറിന്റെ വീട്ടിലേക്ക് നടക്കടിച്ച കാര്യം ഞാനങ്ങ് വിട്ടുപോയി. അളിയൻ വർമ്മസാറിന്റെ പിയെ, പുളിയൻ വർമ്മസാറിന്റെ പെങ്ങടെ പിയെ. ആ, ഈ വീടിന് വേറൊരു വീട്ടുപേരാ ഇടേണ്ടത്. PA ഹൗസ്. നിങ്ങക്ക് എന്തു പറ്റി? ചെവിയില് ചെമ്പരത്തിപ്പൂ വെക്കാറായോ? ചെവിയിൽ രാധമേ, ഞാനിവിടുത്തെ എന്റെ ഓഫീസ് വരെ പോയിട്ട് വരാവേ. എന്തിനാ മോളെ? മാനേജർ സാന്ദ്രയായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. വേഗം വരില്ലേ? വരും. താമസിക്കുകയാണെങ്കിൽ വിളിച്ച് പറയില്ലേ? പറയാ രാധമേ. കുഞ്ഞുമോളെ, എന്നെയാണോ വല്യമ്മ വിളിച്ചേ? അതെ മോളെ. കയ്യാലപ്പുറത്ത് കിടന്ന ഉണക്കത്തേങ്ങ മറിയണ മറിച്ചല് കണ്ട? എന്താ വല്യമ്മ, എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനല്ല, അപേക്ഷിക്കാനാണുള്ളത്. അപേക്ഷിക്കണ്ട, പറഞ്ഞാ മതി. അതായത് കാശ് കയ്യിലില്ലാത്തത് കൊണ്ട് എന്റെ ഒരു അഖിലേന്ത്യാ വിനോദയാത്ര മുടങ്ങിപ്പോയി. വിമാന ടിക്കറ്റിനും ടൂറിനും ഒക്കെ ഇവിടെ കാശ് വേണം. തങ്കമണി മോള് ഈ വല്യമ്മയെ സഹായിക്കണം. അതായത് ക്യാഷ് വേണം. താജ്മഹലിലേക്ക് പോകാനുള്ളതാ. ക്യാഷ് ഞാൻ തരാം. പക്ഷേ അത് വിനോദയാത്രയ്ക്കല്ല, പിന്നെ തീർത്ഥാടനത്തിന് പോവാൻ. ഞാൻ പറയുന്നിടത്തൊക്കെ പോണം. പോവാം. തിരുപ്പതി, കാളഹസ്തി, കാശി, രാമേശ്വരം, മൂകാംബിക, പളനി, ഇവിടേക്ക് പോവോ? പോവാം. ശരി, എന്നാ തയ്യാറായിക്കോ. ഓ ശരി. പിന്നെ ആ വഴി ഹിമാലയത്തിലേക്ക് കയറിക്കോ. അവിടെ ഇരുന്ന് സമാധിയാകാം. ആ കാശുമായി ഞാനൊരു പോക്ക് പോവും ഗോവയ്ക്ക്. എന്നിട്ട് അടിച്ചു പൊളിച്ച് അവിടെ ഉല്ലസിച്ചിട്ട് കുറച്ച് ഭസ്മമായിട്ട് ഞാൻ തിരികെ വരും. എന്നോടാ കളി. നടന്നത് തന്നെ. BP വളരെ കൂടുതലാണ്.
എന്തിനാ യാമിനിക്ക് ഇത്ര ടെൻഷൻ? ഇതൊരു ചെറിയ മെന്റൽ ഷോക്കാണ്. എന്തോ ടെൻഷനുള്ളൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. യാമിനിക്ക് നേരത്തെ ഡിപ്രഷൻ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പല അവസരങ്ങളിലും സൈക്കാട്രിക് മെഡിസിൻ കഴിച്ചിട്ടുമുണ്ട്. മാഡം, ഒരു മിനിറ്റ്. എന്താടോ? അത് പിന്നെ മാഡത്തിന്റെ ഒരു സൈൻ വേണം അവരത്. വേനല്ല. തനിക്കിത് എന്ത് പറ്റിയോടോ? കൈ വരയ്ക്കുന്നുണ്ടല്ലോ. വെള്ളോടി കൂടുതലാ അല്ലേ? ഇല്ല മാഡം. എവള് യക്ഷിയാ യക്ഷി, കള്ളിയങ്ങോട്ട് നീലി. എന്റെ ചോര കുടിക്കോ ദൈവമേ? ഉറങ്ങാനുള്ള മെഡിസിൻ കൊടുത്തിട്ടുണ്ട്, ഉറങ്ങട്ടെ. രാത്രി ആഹാരത്തിന് ശേഷം ഇതിന്നൊരു ടാബ്ലറ്റ് കൊടുക്കണം. ഒരാഴ്ച ഇങ്ങനെ പോട്ടെ, മാറിക്കോളും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി ഡോക്ടർ. ശരി മാഡം. അയ്യോ അതില്ലേ അപ്പുറത്ത്. അകലെ